അല്ല, നമ്മുടെ നാട്ടിലൊക്കെ ഇലക്ഷനായി. ഇവിടൊക്കെ എന്നാണ് ഇലക്ഷൻ? അതിന് എനിക്ക് കിട്ടിയ ഉത്തരം വോട്ട് ആർക്ക് ചെയ്താലും ജയിക്കുന്നത് BJP ആയിരിക്കും. അല്ല, നമുക്ക് അറിയണല്ലോ അതെന്താ സംഭവം എന്ന്. ആർക്കെങ്കിലും നേരിട്ടൊരു എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്. ഞങ്ങൾ എല്ലാവരുടെ ആഗ്രഹം സമാജ്വാദി പാർട്ടി വരണം, അഖിലേഷ് യാദവിന്റെ ടീം തന്നെ ഒന്നും കൂടി വരണം എന്നാണ്. പക്ഷെ ഞങ്ങൾ എല്ലാവരും വോട്ട് ചെയ്തപ്പോൾ ലൈറ്റ് BJPക്കാണ് കത്തിയത്. അതിനെതിരെ ഗ്രാമത്തിലെ ആളുകളൊക്കെ പരാതിപ്പെട്ട് അത് നോക്കാൻ വേണ്ടിയിട്ട് അപ്പൊ തന്നെ അതിന്റെ അധികൃതർ വന്ന് അപ്പോൾ ഒരു പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ല, ഇതൊക്കെ ഓക്കെയാണ്. അതുകൊണ്ട് തെറ്റ് കണ്ട നമുക്കൊരു വിലയില്ല. നമുക്ക് എപ്പോഴും ആഗ്രഹം അഖിലേഷ് യാദവ് എന്നെ ഒന്നും കൂടി വരണം എന്നാണ്. പുറത്തിലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പലരിൽ നിന്നുമായി ഞാൻ മനസ്സിലാക്കിയത് സമാജ്വാദി പാർട്ടിയും അഖിലേഷ് യാദവും ഭരണത്തിൽ വരണമെന്നാണ്. അപ്പൊ ഞാൻ വെറുതെ ചോദിച്ചു, ഇപ്പൊ നിങ്ങൾ ഇവിടുത്തെ MLA ആരാണ്? MLA പേര് ഞാൻ പറയണില്ല. എന്നോട് പറഞ്ഞു MLA പേര് മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ, ബാലറ്റ് പെട്ടിയിൽ അന്ന് കണ്ടതാണ്, പിന്നെ ഈ 5 വർഷത്തിന്റെ ഇടയ്ക്കായിട്ട് ഈ ഭാഗത്ത് ഒരു ആവശ്യത്തിന് അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നോർത്തിൽ ഒരു MLA പോലെ ഒരു ഫോർച്യൂണറിലോ ലാൻഡ് ക്രൂസറിലോ നിസാൻ പാട്രോളോ അല്ലാതെ പോകുന്നില്ല എന്ന്. അവസാനം ഞാൻ എന്തായാലും ചുമ്മാ ചോദിച്ചു, അപ്പൊ ഇനി എന്തായാലും 2 മാസം കഴിഞ്ഞാൽ ഇവിടെ ഇലക്ഷൻ ഉണ്ടാവില്ല, ഇലക്ഷൻ വന്നാൽ ഇനി നമ്മളൊന്നും വോട്ട് ചെയ്യാൻ പോകുന്നില്ല, പോയിട്ടും വലിയ കാര്യമില്ലല്ലോ എന്ന്.